എൻ്റെ പേര് മറീന സേവ്യർ. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഭർത്താവ് സേവ്യർ. No evil shall befall you, nor shall any plague come near your dwelling. For he shall give his angels charge over you to keep you in all your ways, lest you dash your foot against a stone. Psalm 91-ലെ ഒരു വേഴ്സാണ്. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മന്ത്രം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളെ ഏത് ആപത്തിലും സംരക്ഷിക്കാനായിട്ട് എല്ലാ വിധത്തിലുമുള്ള ഒരു അപകടവും നിൻ്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. കാരണം എല്ലാ മാലാഖമാരും നിനക്ക് സംരക്ഷണം തരുന്നുണ്ട്. നിൻ്റെ കാല് പോലും ഒരു കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നുണ്ട്. സോ ഇത്രയും പറഞ്ഞ നല്ലവനായ ദൈവം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്: ടൈം ഷാൽ പാസ് ബട്ട് നോട്ട് മൈ വേർഡ്സ്. കാലം, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ഇത്രയും ഉറപ്പ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഈ ദൈവവചനങ്ങളിലെല്ലാം നമുക്ക് അതിയായ വിശ്വാസവും അതിയായ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. ഇതിൽ വിശ്വസിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 29/4/2019 പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുള്ള മനോഹരമായ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അന്നാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. സോ എല്ലാവരെയും പോലെ ഉടമ്പടി നിയോഗങ്ങൾ 5 വെച്ചു. പക്ഷേ ഞാൻ കൃത്യമായി ഉടമ്പടിയൊന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കോവിഡ് കാലത്ത് ഞങ്ങൾക്കൊരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു. അതിലൊരു വാടകക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു, അയാൾ ഒഴികെയല്ല. സോ പരിശുദ്ധ അമ്മയോട് ഞാൻ അപേക്ഷിച്ചു, അമ്മയെ ഉടമ്പടിയുടെ ബലത്തിൽ ഈ വാടകക്കാരനെ ഒഴിവാക്കി ഇത് വിപ്പിച്ച് തരണമെന്ന്. സോ അത് അമ്മ ചെയ്തു തന്നു. ആ പൈസ കൊണ്ട് ജെറിക്കോ പ്രാർത്ഥന അതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ ജെറിക്കോ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മഴയായിരുന്നു, പക്ഷേ എങ്കിലും ഞങ്ങൾ 2 പേരും കൂടി കുട പിടിച്ച്, മാതാവിൻ്റെ ഫോട്ടോ പിടിച്ച്, ഒരു മെഴുകുതിരിയും പിടിച്ച് വീടിന് ചുറ്റും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ശരി, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. സോ മാതാവെ, ഒരു ഭവനം തന്ന് അനുഗ്രഹിക്കണേ. അതിൻ്റെ കൂടെ ഞാൻ ഒരു ആവശ്യവും കൂടി വെച്ചു. എനിക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ അമ്മയെ വന്ന് കാണാവുന്ന ഡിസ്റ്റൻസിൽ ഒരു വീട് തന്നാൽ വളരെ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് അതിമനോഹരമായ ഒരു ഭവനം, ഒരു വില്ല തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതായിരുന്നു അമ്മയുടെ ഇത്. അത് കഴിഞ്ഞ് ആ ഭവനത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിന് 37 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ 3-4 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഛർദി, അത് രാത്രി ത്രൂ ഔട്ട് ദ നൈറ്റ് ഛർദിക്കുമായിരുന്നു. ദെൻ വെള്ളം പോലും കുടിക്കുകയില്ല, വെള്ളം കുടിച്ചാലും ഛർദിക്കും. അങ്ങനെയായി ഞാൻ ഉടമ്പടി തൈലം എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞും നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുകയും ഒരു തുള്ളി തൈലം നാവിൽ ഒരു കുരിശ് വരച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഉടമ്പടി ഉപ്പ് ഒരു തുള്ളി വെള്ളത്തിലിട്ട് അത് കുടിക്കാനും കൊടുക്കുമായിരുന്നു. അതുവഴി പരിപൂർണമായിട്ട് അത് ഒരു വെയിലത്ത് പോകുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിലത്ത് പോകുകയോ രാത്രി ഉറങ്ങാതെ ഏത് ഭക്ഷണം കഴിക്കുകയോ പുളിപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ പരിപൂർണ സൗഖ്യം തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. അവിടുന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് അതികഠിനമായ ജോയിൻറ്റ് പെയിൻ, സന്ധിവാതം ഉണ്ടായിരുന്നു. ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അത്രയും നടക്കാൻ അറിയത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, പക്ഷേ ആ ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹം. 14 കിലോമീറ്റർ നടക്കണം. അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് നടന്ന് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. സോ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ 16 കിലോമീറ്റർ അവസാനമായപ്പോൾ ഇച്ചിരി കഷ്ടമായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ ആ അർത്തുങ്കൽ വരെയുള്ള ദൂരം നടന്ന് പൂർത്തിയാക്കി. അതുകൊണ്ട് എൻ്റെ പരിപൂർണമായ അസുഖവും സുഖപ്പെട്ടു. അസുഖം സുഖപ്പെടുന്നതിന് മറ്റൊരു ബന്ധപ്പെടുത്തി പറയുവാണെങ്കിൽ, പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് UK ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. അവൾ UK പോയപ്പോൾ മുതൽ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നതാണ്. പക്ഷേ UK കാലാവസ്ഥയും ഒക്കെ എൻ്റെ ഈ സന്ധിവാതത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് പേടിച്ച് കുറച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വിസയൊക്കെ ഉണ്ടാക്കിപ്പോയി. കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 21 ഞങ്ങൾ പോകുന്നത്.
പോകാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ എല്ലാവരെയും പോലെ ആഗ്രഹത്തോടെ ഞാനും പോകുന്നുണ്ട്, പക്ഷേ കാലിനൊരു ശകലം പോലും സുഖമില്ല, ശരീരവേദനയെല്ലാം ഉണ്ട്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 21 അവിടെ ചെന്നു. സെപ്റ്റംബർ 5 അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ മെസ്സേജ് പറയുന്ന കൂടെ അച്ഛൻ ഇങ്ങനെ പറയുക, അമ്മേ മരുന്ന് കഴിച്ച് മടുത്തമ്മേ, ഇനി ഒരു മരുന്നും കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ അമ്മ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ ക്ഷണത്തിൽ ഞാൻ മഴ പോലെ കരഞ്ഞു. ബിക്കോസ് എനിക്കറിയായിരുന്നു അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം വരെ ഒരൊറ്റ മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മ അച്ഛൻ്റെ സന്ദേശത്തിലൂടെ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ UK പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ചെന്നപ്പോൾ മോൾ ഞങ്ങളെ സ്കോട്ട്ലൻഡ് കാണിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട്, എഡിൻബ്ര അതെല്ലാം കാണാൻ പോകാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പള്ളിയുടെ അടുത്തായിട്ടുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. 3 ദിവസം താമസിക്കണമായിരുന്നു. 2ാമത്തെ ദിവസം അപ്പോൾ അവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഭയങ്കര പൊക്കമുള്ള ഒരു റാക്കയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലേറ്റ്സും ബാക്കി കപ്സൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവെക്കണം. അങ്ങനെ അപ്പോൾ എനിക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ആ റാക്കിൽ കൊണ്ട് ഈ പ്ലേറ്റ് കൊണ്ട് വെച്ചു. ഇത്രയും പൊക്കമുള്ള റാക്കേന്ന് കംപ്ലീറ്റ് പ്ലേറ്റുകളും കപ്പുകളും താഴെ വീണ് പൊട്ടിപ്പോയി. നമ്മൾ മോളിൽ കൊണ്ട് വെച്ചു, താഴത്തെ അത് താഴത്തോട്ട് വീണ് അത് കംപ്ലീറ്റ് പൊട്ടിപ്പോയി. ഞാൻ ഒട്ടും പേടിച്ചില്ല. ബിക്കോസ് ഞാൻ ആ സെക്കൻഡിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് പെനൽറ്റി വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഹസ്ബൻഡ് പറഞ്ഞു, ഐ ഷാൽ പേ ഫോർ ദിസ് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട, സാരമില്ല, ഇറ്റ്സ് ഫൈൻ, വി വിൽ മാനേജ് എന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഒന്നും അവർ ഒരു മുഖം മുഷിഞ്ഞ് സംസാരിക്കുക പോലും ചെയ്തില്ല. അവിടുന്ന് ഞങ്ങൾ UK ട്രിപ്പിൽ ഉടനീളം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം 300 ഏക്കറുള്ള ഓരോ പാർക്കുകളിൽ കൂടെയൊക്കെ ഞാൻ ഈസിലി നടന്നു വരുമ്പോൾ എൻ്റെ മോൾക്ക് തന്നെ അതിശയമായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്, അമ്മയ്ക്ക് ഇത്രയും നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ UKയിൽ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷമായിട്ട് അവരുടെ കൂടെ അതെല്ലാം സ്വീകരിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സംസാരം എല്ലാം കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്ന ഹസ്ബൻഡ് വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ്, ബാക്കി പൈസ, അങ്ങനത്തെ പ്രധാനപ്പെട്ട സാധനങ്ങൾ, വീടിൻ്റെ അകത്തെ താക്കോൽ, ബാക്കിയുള്ള ഷെൽഫുകളുടെ എല്ലാം താക്കോൽ അടങ്ങുന്ന ഒരു ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുമായിരുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഈ ബാഗ് കൊണ്ടുവന്നിട്ടില്ല, അത് ആ എയർപോർട്ടിലെ ഒരു ട്രോളിയെ തന്നെ ഇരിക്കുകയാണെന്നുള്ളത്. സോ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോളേ ഫ്രണ്ട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ഓൾറെഡി അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ, വിലപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഉള്ള ഒരു ബാഗാണ് അമ്മേ, അമ്മ വിചാരിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്കാൻ പറ്റും, ആരുടെയും കണ്ണിപ്പെടാതെ അത് അവിടെ ഒന്ന് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സോ അമ്മ അത് തന്നെ ചെയ്തു. തിരിച്ച് ചെല്ലുമ്പോൾ ആ ട്രോളിയെ തന്നെ ആ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരു ഭയങ്കരമായി, കേട്ടവരെല്ലാം പറയുന്ന അത്രയും തിരക്കുള്ള എയർപോർട്ടിൽ എങ്ങനെ ഇത് ആരുടെയും കണ്ണിപ്പെടാതെ ഇരുന്നു എന്നാണ്. അങ്ങനെ അമ്മ ഒരു അതിഭയങ്കരമായ ഒരു അത്ഭുതവും കൂടി പ്രവർത്തിച്ചു. ജീവിതത്തിൽ ഉടനീളം ആവശ്യപ്പെടുന്ന സർവ്വ കാര്യങ്ങളും അമ്മ സാധിച്ചു തരുന്നുണ്ട്. സോ ഇതിനെല്ലാം നന്ദി സൂചകമായിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തിയാണല്ലോ ചെയ്യേണ്ടത്. കാരുണ്യപ്രവൃത്തിയായി ഞങ്ങൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് 21 ഓട്ടിസ്റ്റിക് ബോയ്സിനെ, അതായത് ഓട്ടിസ്റ്റിക്കും ഉണ്ട്, മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള 21 ആൺപിള്ളേരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ നമ്മൾ പോയി നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്കും അല്ലാതെയൊക്കെ അവർക്ക് നമ്മൾക്ക് എത്രയാണ് അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ രൂപ അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഒരു ഇറ്റാലിയൻ സിസ്റ്റേഴ്സ്, അത് എൻ്റെ ഫ്രണ്ടാണ് സിസ്റ്റർ. അപ്പോൾ സിസ്റ്റേഴ്സ് ഒരു 14-15 വയസ്സായ അമ്മച്ചിമാരെ അവർ അഡോപ്റ്റ് ചെയ്തപോലെ എടുത്ത് അവർക്ക് എല്ലാം താമസവും ഭക്ഷണവും എല്ലാം കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു മാസത്തെ പ്രൊവിഷൻസ് വാങ്ങിച്ച് തരുവാണെങ്കിൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറ്റുന്ന മാസങ്ങളിലെല്ലാം അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട പ്രൊവിഷൻസ് അവരുടെ ലിസ്റ്റ് പ്രകാരം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം
അച്ഛൻ എപ്പോഴും പറയുന്ന ഇവിടുത്തെ പള്ളികളിൽ കൊണ്ട് കൊടുക്കുന്നതിനകത്തൊരു കഥയില്ല. അപ്പം ഞാനും ഓർത്ത് ഇവിടെ മിക്കവരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉടമ്പടി ഉണ്ട് അല്ലെങ്കിൽ കൃപാസനം അറിയാം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ, ബാംഗ്ലൂർ പോകും. എപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ 3 ലാംഗ്വേജ് പത്രം, ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞ സാക്ഷ്യം പോലെയാണ്, ഞാൻ എവിടെ പോയാലും ആ സ്ഥലത്തെ ലാംഗ്വേജിലുള്ള പത്രം എൻ്റെ കയ്യിൽ കാണും. സോ ബാംഗ്ലൂർക്ക് പോകുമ്പം ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഇത്രയും 3 ലാംഗ്വേജിലെ പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ പറ്റുമെങ്കിൽ പള്ളിയുടെ പുറത്ത് നിന്ന്, ബിക്കോസ് അവർ ഭയങ്കര വിശ്വാസികളാണ്. അപ്പോൾ അവർക്കിത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൃപാസനത്തിലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, അച്ഛൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ അവർ എല്ലാവരും തന്നെ പിന്നീട് ഞങ്ങൾ അവിടെ പൊക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം വീണ്ടും അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവരെല്ലാം തന്നെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഒരു കോയമ്പത്തൂർ പോയാൽ തമിഴും ഇംഗ്ലീഷും പത്രങ്ങൾ അവിടെയും കൊണ്ടു കൊടുക്കും. എല്ലായിടത്തും എവിടെ പോയാലും അതത് ലാംഗ്വേജിൽപ്പെട്ട പത്രങ്ങൾ എൻ്റെ കയ്യിൽ കാണും. ഇങ്ങനെ ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നു. പിന്നെ ഇപ്പം ആരെ കണ്ടാലും അവരോട് ആദ്യം ഈ എൻ്റെ രോഗസൗഖ്യം ഇപ്പം ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ശരിയായി, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ പറയും ഇത് ഇങ്ങനെ കൃപാസനത്തിലെ മാതാവ് തന്ന അനുഗ്രഹമാണ്, ഞങ്ങൾ അവിടുത്തെ ഡിവോട്ടീസാണ്, അവിടെ ഉടമ്പടിയുണ്ട്, എല്ലാ ഉടമ്പടി വസ്തുക്കളും, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി തൈലമുണ്ട്, ഇതുകൊണ്ട് മാത്രം ലഭിച്ചിരിക്കുന്ന സൗഖ്യമാണെന്ന് പറഞ്ഞു. സോ ഇത് എൻ്റെ കണ്ട് വിശ്വസിച്ച് പലരും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ സാക്ഷ്യം. ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായ അഹംഭാവം, അതായത് എനിക്ക് ജീവിതത്തിലെല്ലാം ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ ആരെ വകവെക്കാനാന്നുള്ള ഒരു ഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് പരിപൂർണമായിട്ടും മാറി. ഇപ്പോൾ ആരെ വേണമെങ്കിലും സഹായിക്കാം, ആർക്ക് വേണ്ടി വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എളിമപ്പെട്ട് എളിമ എന്നൊക്കെ പറയുന്നതിൻ്റെ നിറകുടമായി ഞാൻ മാറി. അതുപോലെ തന്നെ ആരെന്ത് ദ്രോഹിച്ചാലും ഹേറ്റഡ്, വെഞ്ചിയൻസ്, എനിമിറ്റി, ഈ വക യാതൊരു സാധനങ്ങളും നമുക്കില്ല. ഇൻഫാക്റ്റ് ബൈബിളിൽ പറയുന്നത് പോലെ ഒരു കരണത്തിട്ടടിക്കുവാണെങ്കിൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എനിക്കതിന് യാതൊരു മടിയില്ല. ഒരു മനുഷ്യരോടും വിരോധം എൻ്റെ മനസ്സിൽ തോന്നാറില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെപ്പറ്റി ഇല്ലാത്ത അലിഗേഷൻസ് പറഞ്ഞാൽ പോലും നമുക്കൊന്നും തോന്നുകയില്ല. അതെല്ലാം ദൈവനാമത്തിലും പരിശുദ്ധ അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ ആകെ പറഞ്ഞിരിക്കുന്ന അതേ ഉള്ളൂ, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. സോ ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും ഒരാളോട് ഒരു ശത്രുത ഞാൻ മനസ്സിൽ വെച്ച് സൂക്ഷിക്കാറില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം.